ഹലോ, നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ക്രിസ്മസിന് കുറച്ച് ഐറ്റംസ് മാത്രം മേടിച്ച്, അതായത് കുറഞ്ഞ ചിലവിൽ കുറച്ച് ഐറ്റംസ് മേടിച്ച് ഒരു കുഞ്ഞ് ട്രീ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഒരു കുഞ്ഞു ബോയ് ആണ് കേട്ടോ. ഇത് എനിക്കൊരു മോളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതിനൊരു 50 രൂപയായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മേടിച്ചത് എറണാകുളം ബ്രോഡ്വേയിലെ മേത്തർ ബസാറിൽ നിന്നാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞ് ഷോർട്ട്സ് ഇട്ടായിരുന്നു നമ്മൾ മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് രാത്രിയിൽ നമ്മളുടെ ട്രീയിൽ കിടക്കുമ്പോൾ ശരിക്കും ഒരു ബൾബ് കത്തി കിടക്കുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. ഇതിനൊരു 40 റുപ്പീസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പൈസയൊന്നും ഇതിനു വേണ്ടി ചിലവാക്കാൻ പറ്റാത്ത വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കുഞ്ഞു മക്കൾക്കായിരിക്കുമല്ലോ ഇതിനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിന് എത്രയാണ് റേറ്റ് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60 റുപ്പീസ് ആയിട്ടുണ്ടാവണം. ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. എറണാകുളത്തുള്ളവർക്കറിയായിരിക്കും, മൂലൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചത്. അപ്പോൾ ഇതും കൊള്ളാം. ഇത് ട്രീയിൽ പണ്ടൊക്കെ ഞാനാണെങ്കിൽ വീട്ടിൽ ഒറിജിനൽ ട്രീയിലായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പൈൻ ട്രീ ഉണ്ടായിരുന്നു, അതിലായിരുന്നു. പിന്നെ കുറച്ച് കാലം എൻ്റെ ഹൈറ്റ് വരുന്ന അത്രയും വലിയൊരു ട്രീ നമ്മളുടെ വീട്ടിലുണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ തുരുമ്പടിച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ച് ഇങ്ങനെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ കുഞ്ഞ് ട്രീ തന്നെയാണ് എന്തുകൊണ്ടും ബെറ്ററെന്ന്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെൻസൊക്കെ മുടക്കി ഒരു ട്രീ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ വർഷവും ഇതുപോലെയൊന്നും മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞ് ട്രീ ആണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. കുഞ്ഞ് ട്രീയിലാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ട്രീ പഴയത് തന്നെയാണ് കേട്ടോ. എല്ലാ ഇതുപോലുള്ള പാക്കറ്റിൽ വരുന്ന ഡ്രമ്മിനും സ്റ്റാറിനും ഇതുപോലുള്ള ബോൾസിനും എല്ലാത്തിനും ഒരു 60 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു 1000 റുപ്പീസിനകത്ത് വരത്തക്ക രീതിയിൽ ഞാൻ ഈ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും ക്രിസ്മസിന് ഡേയ്സ് ഉണ്ട്, വെനസ്ഡേ വരെ സമയമുണ്ടല്ലോ. അപ്പോൾ മേടിച്ചിട്ടില്ലാത്തവർ മേത്തർ ബസാറിൽ നിന്ന് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമ്മളുടെ മൂലൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ കുറച്ച് സാധനം മേടിച്ചിരിക്കുന്നത്. പക്ഷേ മേത്തർ ബസാറായിട്ട് നോക്കുകയാണെങ്കിൽ മൂലൻസിൽ കുറച്ച് വില കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതുപോലുള്ള സാന്റാക്ലോസിനെയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ കൊച്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള ഐറ്റംസ്. ഇത് സാന്റാക്ലോസിനെയൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ മേടിച്ചിട്ടില്ല. ഈ ഇയർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സാന്റാക്ലോസിനെയൊക്കെ മേടിച്ചത്. കൂടുതലും ഇതുപോലുള്ള ഐറ്റംസ് മാത്രമേ പണ്ടും ഞാൻ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. ഈ ഇയറാണ് കേട്ടോ കുറച്ച് കൂടുതൽ സ്റ്റാറും ബോൾസും ആ ഡ്രമ്മും ഈ ഒരു സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഇതിനൊരു പാക്കറ്റിന് 150 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഇതാരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയായോ എന്ന് പറയണം കേട്ടോ. ഇതാണ് കൂട്ടത്തിലേക്കും ഏറ്റവും എക്സ്പെൻസീവായിട്ട് തോന്നിയത്. ഇതിന് കുറച്ച് പീസസിന് പോലും 150 റുപ്പീസായി. എനിക്കറിയില്ല, ഇത് ഞാൻ മേത്തർ ബസാറിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളുടെ ഷെയ്ഡിൽ തൂക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഐറ്റം മേടിച്ചത്. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റിൽ വളരെ കുറച്ച് പീസസേ അതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടിങ്ങനെ ചിലയിടത്തൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാറ്റടിക്കുമ്പോൾ ആടുന്ന കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കൊച്ച് ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാനതൊക്കെ അഴിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞ് വന്നിട്ട് ഞാനും കുഞ്ഞോട് ഒന്നുകൂടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യും. അപ്പം ഫുൾ വീഡിയോ അതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. അവിടെ ഒരു സാന്റാക്ലോസിൻ്റെ ഡോൾ ഇരിക്കുന്നത് കണ്ടോ? അതിന് 250 റുപ്പീസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ 2 സ്റ്റാർ കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ട് നമുക്ക് ട്രീ ഈ ഐറ്റംസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്ലാസ് ലുക്കായിരിക്കും നമ്മളുടെ ട്രീക്ക്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് ട്രീയിൽ ഈ ഐറ്റംസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കുഞ്ഞ് ഫോട്ടോസ് ഞാൻ നമ്മളുടെ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഡോളൂടെ മേടിച്ചു. പിന്നെ ഈ ഒരു ക്യാപ്പ് മേടിച്ചു കേട്ടോ. ക്യാപ്പിന് 30 റുപ്പീസായി. പക്ഷേ എനിക്ക് വെക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷം മേടിച്ചത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് മേടിച്ച് വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊച്ചിന് മാത്രം ഈ ഇയറും ഒരു പുതിയ ക്യാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ.